സൗദി അറേബ്യയിൽ പുതിയ റൂം എടുക്കുന്ന ആൾക്കാരും പഴയ റൂം ഒഴിവാക്കുന്ന ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേഷൻ ഉണ്ട്. നിങ്ങൾ പുതിയ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇജാറിന്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് അകതിടും. അതായത് ആരാണോ നിങ്ങൾക്ക് എഗ്രിമെന്റ് എഴുതുന്നത് ആ എഗ്രിമെന്റ് തരുന്ന ആള് സൈറ്റിൽ നിങ്ങൾക്ക് തരും. അതിൽ കയറി നിങ്ങൾ ID വെച്ച് ലോഗിൻ ചെയ്യുക. എത്രയാണോ നിങ്ങളോട് പറഞ്ഞ റെന്റ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് കൺഫേം ആക്കുക. ഈ 3 മാസത്തിനാണോ 6 മാസത്തിനാണോ 1 കൊല്ലത്തിനാണോ നിങ്ങളെ എഗ്രിമെന്റ്, ഇതെല്ലാം കൺഫേം ആക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വരാനുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചാല് ആ ആള് ചിലപ്പോൾ നിങ്ങൾ 3 മാസത്തിന് എടുത്ത റൂമായിരിക്കും, അയാൾ 6 മാസത്തിനായിരിക്കും ചിലപ്പോൾ അകത്തിട്ടിട്ടുണ്ടാവുക. നിങ്ങളത് നോക്കാതെ ഓക്കെ അടിക്കും. 3 മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പേയ്മെന്റ് കൊടുക്കാനുള്ളതായിട്ടേക്കാരും കാണിക്കുക. ആ കേസോ കാര്യങ്ങളോ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വരുന്നത് ട്രാവൽ ബാന്, രണ്ടാമത് ബാങ്കിൽ എത്രയാണോ പൈസ ഉള്ളത് അവർക്ക് കൊടുക്കാനുള്ളത് കോടതിയെ പൈസ പിടിക്കും. അപ്പൊ ഈ കാര്യം മാക്സിമം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതൊരു നമ്മളൊരു അറിവിലുള്ള ഒരാൾക്ക് പറ്റിയൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇജാറിന്റെ പൈസ എന്തായാലും ഒരു ഹലാല പോലും കയ്യിൽ കൊടുക്കരുത്. ഈ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് അതിൽ തന്നെ ഉണ്ട് പേയ്മെന്റ് ത്രൂ ഓപ്ഷന്. അതിൽ നിങ്ങൾ ബാങ്ക് കാർഡ് വെച്ചിട്ട് അതുവഴി മാത്രമേ പൈസ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ പിരിഞ്ഞു പോണ സമയത്ത്, ഈ വാടക ഒഴിവായി പിരിഞ്ഞു പോണ സമയത്ത് അകത് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത് വരും, അതായത് ലിങ്ക് വരും മെസ്സേജിൽ. അതിൽ ചോദിക്കും ഇതിന്റെ റേറ്റിംഗ്. അതിന്റെ റേറ്റിംഗ് പക്കായിട്ട്, അതായത് നല്ലതാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം, അത് എന്തായാലും കൊടുക്കണം. കാരണം ഈ ഉടായിപ്പുള്ള ബിൽഡിംഗ് ഓണേഴ്സ് ഇതേപോലെ ചെയ്യുമ്പോൾ ഒരു 10 ആളെ റിവ്യൂ ഇതിൽ കയറി കഴിഞ്ഞാൽ അവർ കംപ്ലൈന്റ് കൊടുത്താലും പിന്നെ ഗവൺമെന്റ് അതൊന്ന് ശ്രദ്ധിക്കും. അപ്പൊ ഏതായാലും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ, അസ്സലാമ.